ദിലീപ്, കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന ധാരണയും കോൺഗ്രസിലെ മന്ത്രിമാർ എത്ര പേരാണെന്ന ധാരണയും രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഉപേക്ഷ ചർച്ച ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ധാരണയാകേണ്ടത് കോൺഗ്രസും ലീഗും തമ്മിലും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിലാണ്. ഈ രണ്ട് പാർട്ടികളുമായി ധാരണയിലെത്തിയാൽ മറ്റ് പാർട്ടികളുടെ മന്ത്രിമാരായി വരുന്നവർക്ക് ഏത് വകുപ്പ് നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ കഴിയും. ലീഗ് നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസിനും അതിനോട് എതിർപ്പില്ല. കാരണം 2011 സ്റ്റാറ്റസ് കോ അതേപടി പിന്തുടരണം എന്നാണ് ലീഗ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. 22 MLA-മാരുള്ള പാർട്ടി എന്ന നിലയിൽ ലീഗ് പ്രകടിപ്പിക്കുന്ന ആ വികാരത്തോട് കോൺഗ്രസിനും കാര്യമായ എതിർപ്പുകളില്ല. എന്നാൽ ഈ 5 മന്ത്രിസ്ഥാനത്തിന് പുറത്ത് മറ്റൊരു ക്യാബിനറ്റ് സ്ഥാനം കൂടി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല അത് പൊതുവിലുള്ള ഒരു ബാലൻസ്, ഒരു സന്തുലനം തെറ്റിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അത് ലീഗിനെ ബോധ്യപ്പെടുത്തും. പ്രത്യേകിച്ചും നമ്മുടെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും മറ്റും നടത്തുന്ന പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും അല്ലെങ്കിൽ അവർക്ക് പ്രചരണ വിഷയമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകരുത് എന്നൊരു ഒരു തീരുമാനം കൂട്ടായി തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ലീഗും ഉൾക്കൊള്ളുന്ന തീരുമാനമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ദിലീപ് സൂചിപ്പിച്ച പോലെ ലീഗിന് വ്യവസായം, IT, തദ്ദേശഭരണ വകുപ്പ്, തദ്ദേശഭരണം, പൊതുമരാമത്ത്, സാമൂഹ്യനീതി, ഹജ്ജ് കാര്യം, ന്യൂനപക്ഷക്ഷേമം ഈ വകുപ്പുകൾ നൽകിക്കൊണ്ടുള്ള അതാണ് 2011 ഉണ്ടായിരുന്നത്. അതേപടി ഉള്ള തീരുമാനം ഇത്തവണയും വരും. കോൺഗ്രസിന്റെ മന്ത്രിമാർ സംബന്ധിച്ച മന്ത്രിമാരുടെ എണ്ണവും മന്ത്രിമാർ ആരൊക്കെയാണെന്ന ധാരണയും രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മറ്റ് കക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാകും. ഇപ്പോൾ പാണക്കാട് ഹാളിൽ എത്തിയിരിക്കുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ട് കണ്ട് ഈ മുഖ്യമന്ത്രിയായി നിയമിതനായ ശേഷം അദ്ദേഹം VD സതീശൻ കണ്ടിരുന്നില്ല. ആ ഒരു കൂടിക്കാഴ്ച കൂടിയാണ് പാണക്കാട് ഹാളിൽ എത്തിയുള്ള മീറ്റിംഗിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അതോടൊപ്പം ഈ ചർച്ചകളും കടന്നു വരും അവിടെ. എങ്കിലും ഔപചാരികമായ ചർച്ച കന്റോൺമെന്റ് ഹൗസിലായിരിക്കും ലീഗുമായിട്ടടക്കം നടക്കാൻ പോകുന്നത്. അതെല്ലാം വൈകുന്നേരം 4 മണിയോടെ പൂർത്തീകരിക്കുകയും കോൺഗ്രസിന്റെ മന്ത്രിമാരെ കൂടി വൈകുന്നേരം അന്തിമമാക്കി പട്ടിക ഇന്ന് രാത്രി തന്നെ കോൺഗ്രസ് പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനുള്ള നീക്കമാണ് ഏറ്റവും ചടുലമായി നടക്കുന്നത്. അതിൽ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുണ്ട്. KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഇടപെടലും ഒക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ശ്രീജിത്ത്, അതിനിടെ രമേശ് ചെന്നിത്തല നിലപാടിൽ ഒട്ടും അയവ് വരുത്തുന്നില്ല. അദ്ദേഹം നേരത്തെയുള്ള ആ നിലപാടിൽ തന്നെ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ചില ഉപാധികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അങ്ങനെ അൻവർ സാദത്തിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ മന്ത്രിസഭാംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നതിൽ. അങ്ങനെ വന്നാൽ അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ T സിദ്ദിഖിൻ്റെയും ഷാനിമോൾ ഉസ്മാൻ്റെയും സാധ്യത ഇല്ലാതാകും. അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണം എന്ന ആവശ്യവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ AP അനിൽകുമാറിനും VP സജീന്ദ്രനും സാധ്യതയില്ലാതാകും എന്ന നിലയിലേക്കൊക്കെ മാറുമോ, അതോ ഇതൊന്നും പരിഗണിക്കാതെ തന്നെ മന്ത്രിമാരെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്താനാകുമോ? ഏതായാലും ചെന്നിത്തലയുടെ തീരുമാനമൊക്കെ വൈകുന്നേരത്തോടു കൂടിയെങ്കിലും പുറത്തു വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ കോൺഗ്രസിൽ സംഭവിക്കുന്നത്, രമേശ് ചെന്നിത്തല ക്യാമ്പിൽ സംഭവിക്കുന്നത്? ദിലീപ്, രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള MLA-മാരും അടക്കം 3 പേർക്ക് കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയിൽ പ്രാതിനിധ്യം വേണം എന്നതാണ്. മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിന് നീക്കിവെച്ചിരിക്കുന്നത്. അതിൽ 3 പേർ തന്നോടൊപ്പം നിൽക്കുന്നവർ, താനടക്കം 3 പേർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ അദ്ദേഹം മന്ത്രിസഭയിൽ ചേരുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ഇതുവരെയും അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. എന്നാൽ തനിക്കൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്ന ബത്തേരി MLA IC ബാലകൃഷ്ണനും ആലുവ MLA അൻവർ സാദത്തിനും മന്ത്രിസ്ഥാനം നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവർ 2 പേരും സീനിയറായ MLA-മാരാണ്. 2011 മുതൽ ജയിച്ചു വരുന്ന 6 മുതൽ ജയിച്ചു വരുന്ന MLA-മാരാണ് അൻവർ സാദത്തും IC ബാലകൃഷ്ണനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.